ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 2 നമ്മുടെ ഗോസ്റ്റ് ഹൗസിൽ പോയാണ്, മിനി ഊട്ടിയിലെ ഹൊറർ ഹൗസ്. അപ്പോൾ നിങ്ങളിത് കാണാം കേട്ടോ. ഒരു ഗോസ്റ്റ് മോളിൽ നിന്ന് വന്നു. അത് വാപ്പാടെ കണ്ണാടയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടാണ്. കരയണതിനാ എനിക്ക് വലിയ പേടിയൊന്നായില്ല. രാത്രി പേടിച്ച് കരയരുതില്ലേ? നീ ഇങ്ങോട്ട് വാ, സെന്ററിൽ നടക്ക്, ബാക്കിൽ നടക്ക. എന്റെ കൂടെ വാ, എന്റെ കൂടെ വാടി. നിനക്കല്ലേ കാരണം എന്ന് പേടിയായിട്ടായിരുന്നു. എന്തിനിങ്ങനെ പേടിക്കണേ? ഡ്രസ്സ് പിടിച്ച് നടക്കായിരുന്നു. പാമ്പൊക്കെ വാപ്പാടെ കണ്ണാട പോയിട്ട് പിന്നെ അവിടുത്തെ ചേട്ടൻ ലൈറ്റൊക്കെ ഇട്ടതാണ്. പിന്നെ അതിൻ്റെ കണ്ണിൽ വെച്ചു. പിന്നെ ഞങ്ങൾ ഹൊറർ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മളെ അണ്ടർ വാട്ടറിൽ പോയി. അവിടെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അണ്ടർ വാട്ടറിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. കുറേ നല്ല മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയൊക്കെ ആയിരുന്നു. പിന്നെ ഹൊറർ ഹൗസിൽ പോയ ക്ഷീണം മാറ്റാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് പോയത്. അവിടെ പോയിട്ട് ആകെ പേടിച്ച് ഇതായിട്ട് ഞാൻ ഇവിടേക്ക് വന്നു. ഇവിടേക്ക് വന്നപ്പോൾ ഒന്ന് ആശ്വാസമായത്.
വൈറ്റ് മീനൊക്കെ ഉണ്ടായി. പിന്നെ മറ്റേ കളറ് പോലത്തെ മീനും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ, അവിടുത്തെ മീനുണ്ട്. പിന്നെ ഞങ്ങൾ അണ്ടർ വാട്ടറിൽ കയറി. വലിയതായിരുന്നില്ല അണ്ടർ വാട്ടർ. ഞങ്ങൾ തൃശ്ശൂർ എക്സിബിഷന് പോയപ്പോൾ ഉണ്ടായിരുന്നു ഒരു അണ്ടർ വാട്ടർ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അത് നല്ല വലുതായിരുന്നു കേട്ടോ, ഈ ഭാഗമൊക്കെ നല്ല വലുതായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വെള്ളം തയ്ച്ചിട്ട് പാടില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും മഴയുണ്ടായില്ല. പിന്നെ ഞങ്ങൾ ജ്യൂസ് അടിക്കാൻ കയറി. പിന്നെ അവിടെ നിന്ന് നേരെ വിട്ടു. നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോകട്ടോ ചെയ്തത്. എന്നിട്ട് അവിടെ വെച്ച് കഴിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞിട്ടിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോവാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് മഞ്ഞപ്പിത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയത് കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചാവക്കാടേക്കാണ്. ഇപ്പോൾ ചാവക്കാടിലെത്തി. ബീച്ച് സ്നേഹതീരത്തെത്തി. സ്നേഹതീരത്ത് ഇങ്ങനെ കടലിലിങ്ങനെ കാലൊക്കെ നനയ്ക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി സ്പീഡിൽ വണ്ടിക്കാരൻ പോകാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറേ സ്ഥലത്ത് പോയിരുന്നു. ആൾ ഭയങ്കര സ്പീഡ് കുറവായിരുന്നു. വൈമാളിലൊക്കെ പോവായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ പട്ടിക്കുതിരേനിട്ട് ഓടിക്കണ്ടായിരുന്നു. തിരിച്ചങ്ങടും ചെയ്യണ്ടായിരുന്നു കേട്ടോ കുതിര. പിന്നെ നമ്മൾ സ്നേഹതീരത്തു നിന്ന് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ബായ്, അസ്സലാമലൈക്കും.